നിന്നു വാഴാം. പാവനാത്മാവേ വരിക, നിന്റെ സ്നേഹം എന്നിലേക്കാം. ചെറുപ്പമോ പാവനാത്മാവേ വരിക, എന്റെ ഉള്ളിൽ നിന്നു വാഴാം. പാവനാത്മാവേ വരിക, നിന്റെ സ്നേഹം എന്നിലേക്കാം. വരികളിൽ നമ്മളിങ്ങനെ പാടും. ആകുലമെല്ലാം അകറ്റാൻ, ആത്മാവിൽ ധൈര്യം പകരാൻ, ആഴമാം വിശ്വാസമേകാൻ, ആശ്വാസദായക വരിക. ഇവരെയും പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയണം. നമ്മുടെ ഭവനത്തിലുള്ള എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയണം. അതിലൂടെ നമ്മുടെ ബന്ധങ്ങളൊക്കെ ദൈവസ്നേഹ അരുവിയിൽ നയിക്കപ്പെടണം. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഓരോ തിരുനാളും തിരിച്ചു വരവിന്റെ ദിവസങ്ങളാണ്, ദിനങ്ങളാണ്. കർത്താവിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. വൈരവും വിദ്വേഷവും ഒക്കെ മറന്ന് ദൈവസ്നേഹത്തിലൂടെ നയിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ആ ഒരു ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വരികളാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ അരുവിയിൽ തന്നെ അതിനോട് എല്ലാവരും ചേർന്ന് പാടുവാനായിട്ട് ശ്രദ്ധിക്കുക. കരങ്ങളിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളിൽ വീശിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങളിൽ യാചനാപൂർവ്വം പിടിച്ചുകൊണ്ട് ഈ ഗാനത്തിന്റെ വരികൾ നല്ല സ്വരത്തിലെ അഭിഷേകത്തോടെ നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. തീർച്ചയായും ആരംഭിക്കുക. ദൈവത്തിന് ഇഷ്ടപ്പെട്ട മകനായി മകളായി ഞാൻ മാറും. ആരിലേക്ക് പരിശുദ്ധാത്മാവേ അതിനെ വന്നു തരണമേ. ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർത്ത് പാടി പ്രാർത്ഥിക്കാം. ദാഹിച്ചു ഞാൻ കാത്തിരിപ്പൂ, ഞാനിതാ കാത്തിച്ചിരിപ്പൂ. പാടിക്കേ. ദാഹിച്ചു ഞാൻ കാത്തിരിപ്പൂ, ഞാനിതാ കാത്തിച്ചിരിപ്പൂ. എന്നുള്ളിൽ നീ വരും നേരം ഞാൻ ദൈവ പൈതലായി മാറും. പാടാം. എന്നുള്ളിൽ നീ വരും നേരം ഞാൻ ദൈവ പൈതലായി മാറും. കരങ്ങൾ ഉയർത്തി. പാവനാത്മാവേ വരിക, എന്റെ ഉള്ളിൽ നിന്നു വാഴാം. പാവനാത്മാവേ വരിക, നിന്റെ സ്നേഹം എന്നിലേക്കാം.
എന്നിലേക്ക് എഴുന്നേറ്റ് വരേണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് അവിടുന്ന് എഴുന്നേറ്റ് വരേണമേ. നമ്മുടെ ഹൃദയകർത്താവിനായി തോന്നുന്നതല്ല, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുവാൻ ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 62-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നമ്മൾ പ്രകാരമായിരിക്കും, ജനമേ എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുക, അവിടുത്തെ മുമ്പിൽ നമ്മുടെ ഹൃദയം തുറക്കുക, അവിടുന്നാണ് നമ്മുടെ സങ്കീർത്തനം. കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് അവിടുത്തെ മാത്രം സങ്കീർത്തനം പ്രവേശിക്കുക. ഈശോയെ, അവിടുന്ന് നൽകിയ എല്ലാ ദാനങ്ങളെ പ്രതി നന്ദി പറയുന്നു, അവിടുത്തെ സ്നേഹത്തെ പ്രതി നന്ദി പറയുന്നു, അവിടുത്തെ കരുണയും കാവലിനെയും പ്രതി നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ കരുണയും ഞങ്ങളെ സന്ധിയെ സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളോട് നീ സംസാരിക്കുന്നു. വചനം കേൾക്കുന്ന വഞ്ചകരാകാതെ വചനത്തിന് മതയും മാംസവും രൂപവും ഭാവവും കൊടുക്കുന്നവരായിരിക്കുന്നു. വചനം ജീവിക്കുന്നവരായിരിക്കുന്നു. ഞങ്ങളെ സഹായിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് ഹിതകരമല്ലാത്ത ഒരു വാക്കുപോലും എൻ്റെ നാവിൽ നിന്ന് വീഴാതെ എൻ്റെ നാവിനെ അവിടുന്ന് ശ്രദ്ധിക്കുന്നു. നിനക്ക് മഹത്വം നൽകുന്നത് മാത്രം സംസാരിക്കാൻ എൻ്റെ അധരങ്ങളെ, ബോധങ്ങളെ, എൻ്റെ വിചാരങ്ങളെ ഒരുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, വചനത്തിന് ജീവൻ കൊടുത്തവളെ, ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളിലൂടെ ജീവൻ പ്രാപിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല പരിശുദ്ധന്മാരെ, കാവലമാതാക്കന്മാരെ, കാവലും തുണയുമാകുന്നത് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത തേടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ രോഗാവസ്ഥയിലായിരിക്കുന്നവരും വാർദ്ധക്യത്തിലായിരിക്കുന്നവരും പഠനത്തിനും ജോലിക്കുമായി വിദൂരങ്ങളിലായിരിക്കുന്നവരും നമ്മുടെ കുടുംബത്തിൽ വെച്ച് നടത്തുന്ന എല്ലാ പ്രാർത്ഥന യോഗങ്ങളും പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയ്ക്ക് സമർപ്പിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം.
നമ്മുടെ ഇടവക കൂട്ടായ്മയെ സമർപ്പിക്കാൻ, കൂട്ടായ്മയുടെ എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പ്രതീക്ഷത്തിന്, നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന്, നമുക്ക് വേണ്ടി ദാന ശുശ്രൂഷ നടത്തുന്ന പ്രിയപ്പെട്ട ബ്രദറിനെ, ഈ ശുശ്രൂഷയിൽ നമ്മുടെ ഇടത്തും വലത്തുമായി പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, ഈ ദേശത്തുള്ള എല്ലാ മക്കൾ, ഈ തിരുനാളിനെ സംബന്ധിച്ച് ഇവിടെ കടന്നു വന്ന നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, അവരുടെ പ്രത്യേകമായ നിയോഗങ്ങൾ എല്ലാ പരിശുദ്ധാത്മയുടെ മധ്യസ്ഥതയ്ക്ക് സമർപ്പിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. പിതാവിനും സ്തുതി. സ്തുതി പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം. പുറത്തുകാരെ കുറിച്ച് ഞാനിങ്ങനെ നല്ല കേട്ടിട്ടുള്ളത്, വളരെ ശക്തന്മാരാണെന്നാണ് കേട്ടിട്ടുള്ളത്. ശരിയായി. ഈ സന്ധ്യയിൽ നിങ്ങളോടൊപ്പം ഈ ബലിയർപ്പിക്കാനും ഈ ദേവാലയത്തിലായിരിക്കാനും ഇവിടെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ഈ ദേവാലയത്തിൽ വരാൻ, ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ. പ്രതീക്ഷത്തിൽ തന്നെ പല പ്രാവശ്യം ക്ഷണിച്ചതാണ്. പക്ഷേ ദൈവം ഇപ്പോഴാണ് നിങ്ങൾ വലിയൊരുക്കുന്നത് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. ഞാനിവിടെ വന്നിട്ടില്ലെങ്കിൽ ഈ ദേവാലയവുമായി എനിക്ക് ബന്ധമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ദാശികാരൻ അച്ഛൻ, സേവ്യച്ഛൻ ഇടവക്കാരാണ്. അങ്ങനെ എനിക്ക് വലിയൊരു ബന്ധം ഈ ദേവാലയവുമായിട്ടുണ്ട്. ഞാൻ റീജൻസി കാലത്ത് പാറശാല ദേവാലയത്തിൽ, കോട്ടൂര ദേവാലയത്തിൽ റീജൻസി ചെയ്യുന്ന സമയത്ത് പലതവണ ഇവിടെ വന്നിട്ടുള്ളൂ. ഇങ്ങനെ കുറച്ച് ബന്ധങ്ങൾ മാത്രമാണ് എനിക്ക് ദേവാലയവുമായിട്ടുള്ളത്. പ്രത്യേകിച്ച് അധികം ആഗ്രഹമൊന്നുമില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. സാധാരണ മനുഷ്യനെ മരത്തോട് ഉപമിച്ച് കേൾക്കാറുണ്ട്, മനുഷ്യനെ മരത്തോട് ഉപമിക്കാറുണ്ട്. നമ്മളൊരു മരത്തെ കാണുമ്പോൾ മരത്തിന് ബാഹ്യമായ ഒരു ഭാഗമുണ്ട്. ഒരു മരത്തെ നോക്കുമ്പോൾ അതിന്റെ ബാഹ്യഭാഗത്ത് നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? മരത്തിന്റെ ബാഹ്യഭാഗത്ത് നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? നിങ്ങളാരും മരം കണ്ടിട്ടില്ല? പറ, കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു. ഇല, സിഗരകൾ, കായ്ക്കടി ഒക്കെയാണ്, പൂവ്, കായൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മരത്തിന്റെ കാണപ്പെടാത്ത ഒരു ഭാഗമുണ്ട്, വേര്. യഥാർത്ഥത്തിൽ ഈ മരത്തിന്റെ ബലമെന്ന് പറയുന്നത് എന്തിന്റെ ബലമാണ്? വേരിന്റെ ബലം. വേര് എത്രമാത്രം ബലമുണ്ടോ അതാണ് ആ മരത്തിന്റെ നിലനിൽപ്പ്. ഇതേപോലെ തന്നെയാണ് മനുഷ്യന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, മറ്റുള്ളവരെല്ലാം കാണുന്ന നമ്മുടെ ബാഹ്യഭാഗം. നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ എന്താണ്? എപ്പോഴും ഈ മറ്റുള്ളവർ കാണുന്ന നമ്മുടെ ഈ ബാഹ്യഭാഗത്തെ ഏറ്റവും മനോഹരമാക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ. പക്ഷെ നമുക്കൊരു ആന്തരികതയുണ്ട്, നമുക്കൊരു ഉള്ളുണ്ട്, നമുക്കൊരു ആത്മാവുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ബലം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിന്റെ ബലമാണ്, നമ്മുടെ ആത്മാവിന്റെ ബലമാണ്, നമ്മുടെ ആന്തരികതയുടെ ബലമാണ്. പലപ്പോഴും നമ്മൾ ഈ ഉള്ളിനെ മറന്നു പോകുന്നു. നമ്മളിങ്ങനെ ബാഹ്യമായ ഈ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ സന്തോഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ അവസ്ഥയെ പറ്റി പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ഞാൻ ഇന്ന് സന്ധ്യയില് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ആന്തരികതയെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്ന ഒരു അഭിഷേകത്തെ പറ്റിയാണ്. ആ അഭിഷേകത്തിന്റെ പേര് നമുക്കെല്ലാം പരിചിതമായ പേരാണ് ദൈവകൃപയാണ്.
എന്താണ് എന്താണ് ദൈവകൃപ. ഈ വാക്ക് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദൈവകൃപ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവകൃപ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാം മറുപടി പറയും. ദൈവകൃപ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ എന്നാണ് എൻ്റെ ഉത്തരം. ദൈവകൃപ എന്ന് പറഞ്ഞാൽ ദൈവകൃപ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ദൈവകൃപയെ വളരെ ലളിതമായി വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഓർത്തു വെച്ചാണ് ദൈവകൃപയുടെ ഒരു നിർവചനം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നൽകുന്നത് ഇങ്ങനെയാണ്. ദൈവകൃപ എന്നാൽ ദൈവസഹായം എന്നാണ്. ദൈവകൃപ എന്നാൽ ദൈവസഹായം എന്നാണ്. എന്തിന്റെ സഹായം? ഒരുവനെ ദൈവരാജ്യത്തിന് അവകാശിയാക്കി മാറ്റുന്ന, സ്വർഗരാജ്യത്തിന്റെ മകനും മകളുമായി രൂപാന്തരപ്പെടുത്തുന്ന സഹായത്തിന്റെ പേരാണ് ദൈവകൃപ. അപ്പൊ ദൈവകൃപ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. ദൈവകൃപ എന്നാൽ ദൈവസഹായം എന്നാണ്. ഒരുവനെ ദൈവരാജ്യത്തിന് അവകാശിയാക്കി മാറ്റുന്ന, സ്വർഗരാജ്യത്തിന്റെ മകനും മകളുമാക്കി രൂപാന്തരപ്പെടുത്തുന്ന സഹായത്തിന്റെ പേരാണ് ദൈവകൃപ. ഈ സഭയിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എത്രമാത്രം ദൈവകൃപയുള്ള ഒരു ജീവിതമാണ് എന്റേത്? എത്രമാത്രം ദൈവകൃപയുള്ള ഒരു കുടുംബമാണ് എന്റേത്? ഇതിനൊരു ഉത്തരം കണ്ടെത്തുക എന്നാണ് പ്രധാനം. അതിന് നമ്മളെ സഹായിക്കുന്നത് ഈ ദൈവകൃപയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ദൈവകൃപയുടെ പ്രാധാന്യം അത് മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം പറയാം. നമ്മളൊക്കെ വാഹനങ്ങളുള്ളവരും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരും നന്നായി സ്ട്രീറ്റ് ലൈറ്റുകൾ ഇട്ട ഒരു വഴിയിലൂടെ നമ്മുടെ വാഹനം ഓടിച്ചുകൊണ്ട് പോകേണ്ടിരിക്കട്ടെ. നമ്മുടെ വാഹനത്തിന് അല്പം വെട്ടക്കുറവുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാകുമല്ലോ. അതോ കാരണം എന്താ പുറത്ത് വെട്ടമുണ്ട്, പുറത്ത് ഒത്തിരി വെട്ടമുള്ളതുകൊണ്ട് നമ്മുടെ വാഹനത്തിന് അല്പം വെട്ടക്കുറവുണ്ടായാൽ നമ്മളൊരു പ്രശ്നം ആകില്ല. എപ്പോഴാണ് നമ്മുടെ വാഹനത്തിന്റെ വെട്ടക്കുറവ് നമുക്കൊരു പ്രശ്നമാകാൻ പോകുന്നത്? എപ്പോഴാണ് നമ്മുടെ വാഹനം ഇരുട്ട് പരക്കുന്ന ഒരു വഴിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ വാഹനത്തിന്റെ വെട്ടക്കുറവ് നമുക്കൊരു പ്രശ്നമാകാൻ പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളിപ്പോ ഇങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ ഇങ്ങനെ മുമ്പോട്ട് നയിക്കുന്ന, പുറമേ നയിക്കുന്ന കുറെ വെട്ടങ്ങളാണ്. അതെന്താണെന്ന് വെച്ചാൽ പറയാം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോ വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ എന്റെ ജീവിതത്തിൽ എന്റെ ആരോഗ്യത്തിന്റെ വെട്ടമുണ്ട്, എന്റെ സമ്പത്തിന്റെ വെട്ടമുണ്ട്, എന്റെ കഴിവിന്റെ വെട്ടമുണ്ട്, എന്റെ സൗഹൃദങ്ങളുടെ വെട്ടമുണ്ട്. അങ്ങനെ എന്റെ ജീവിതത്തെ പുറമേ നിന്ന് പ്രകാശിപ്പിക്കുന്ന ഒത്തിരി വെട്ടം കിടക്കുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കും എന്നും ഈ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകും. പക്ഷെ നമ്മൾ ഓർമ്മേണ്ട ഒരു കാര്യമുണ്ട്. പുറമേ നിന്ന് അടിക്കുന്ന വെട്ടങ്ങൾക്ക് ഒരു പ്രശ്നമാണ്. എന്താ പ്രശ്നം? എപ്പോഴും ആ വെട്ടം അങ്ങനെ നിൽക്കത്തില്ല. കത്തി ജ്വലിക്കുന്ന സൂര്യനാണെങ്കിലും സന്ധ്യയാകുമ്പോൾ സംഭവിക്കും, അതിന്റെ കിരണങ്ങൾ താഴ്ത്തിയേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോ നമ്മളെ പ്രകാശിപ്പിക്കുന്നു എന്ന് കരുതുന്ന വെട്ടമൊക്കെ കുറയണ ഒരു കാലം വരും. ആരോഗ്യം കുറയുന്ന ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ വരും. കഴിവ് കുറയണ ഒരു കാലം വരും. സമ്പത്ത് കുറയണ ഒരു കാലം വരും. സൗഹൃദങ്ങളൊക്കെ വിട്ടുപോകുന്ന ഒരു സമയം വരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബലമെന്ന് കരുതുന്നതൊക്കെ നമ്മളെ വിട്ടുപോകുന്ന ഒരു സമയത്ത് നമ്മൾ തളർന്നു പോകാതിരിക്കണമെങ്കിൽ, നമ്മൾ തകർന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മളെ പ്രകാശിപ്പിക്കുന്ന ഈ കൃപയുടെ വെട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു ഉദാഹരണം പറയാം. ഞാൻ ആദ്യമായി വികാരിയായി പോയ പള്ളിയിൽ അവിടെ ആ സമീപത്തൊരു ചേട്ടനെ പരിചയപ്പെടാൻ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു കാരണമേ ഉള്ളൂ, എന്റെ അതിലെ നീളം പുള്ളിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നെ കണ്ടപ്പോൾ പുള്ളിയെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം മുഖത്തോട് നോക്കി വർത്താനം പറയാൻ ഒരാളെ കിട്ടി. ഞാൻ എന്നെ പള്ളിയുടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു പോയ എന്നെ
എന്നെ വന്ന് മുറി വന്ന് കണ്ട് കാര്യം പറയാതെ പോയി പോകുന്നത്. അത്ര നല്ല സുഹൃത്തുക്കളായി ഞങ്ങൾ കുറെ കാര്യം ഇങ്ങനെ മുമ്പോട്ട് പോയി. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു രോഗം ബാധിച്ചു എന്ന് ഞാൻ കേട്ടു. പക്ഷെ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് അറിയാവുന്ന എന്റെ രോഗിയെ ചേട്ടൻ എന്നോട് പറഞ്ഞു, വെച്ചാൽ നിങ്ങൾ നല്ല സുഹൃത്തുക്കളല്ല, അത്യാവശ്യമായി പോയി ആ മനുഷ്യനെ കാണും, അത്യാവശ്യമായി പോയി കാണും. അപ്പൊ എനിക്ക് മനസ്സിലായി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് മനസ്സിലായത്. ഞാൻ ഈ വ്യക്തിയെ കാണാനായിട്ട് ചെന്നപ്പോ ഞാൻ കാണുന്നത് ഈ മനുഷ്യന്റെ 2 കാലുകളും മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ച് കളഞ്ഞു. എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ അത് 2 കാലുകളും മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഞാൻ നടത്തി നിന്നപ്പോ കിടക്കയോ ഒട്ടി ഒരു രൂപം കിടന്നു. അങ്ങോട്ട് തിരിച്ചിട്ട് അവിടെ കിടന്നു, ഇങ്ങോട്ട് തിരിച്ചിട്ട് അവിടെ കിടന്നു. എന്നെ കണ്ടപ്പോ ഈ മനുഷ്യൻ എന്റെ കൈ കയറി പിടിച്ചിട്ട് ആദ്യം എന്നോട് പറഞ്ഞാൽ, അച്ഛൻ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഇനി എന്റെ വീട്ടുകാരെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താതെ എത്രയും വേഗം പോകാൻ അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഈ മനുഷ്യന്റെ കിടക്കയ്ക്കരികെ നിൽക്കുമ്പോ കർത്താവിന്റെ ഉള്ളിൽ നൽകിയ ചിന്തയിലാണ്, നീ ആശ്രയിക്കുന്നത് നിന്റെ ആരോഗ്യത്തിലാണ്, നീ പരാജയപ്പെടും. ആരോഗ്യത്തിന്റെ വെട്ടം അധികകാലം നിന്നെ ബലപ്പെടുത്തില്ല. രണ്ടാമത്തെ ഉദാഹരണം ഒരു പക്ഷേ യുവജനങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് മൈക്കിൾ ഷൂമാക്കർ. കേട്ടിട്ടുണ്ടോ? മൈക്കിൾ ഷൂമാക്കർ നിങ്ങൾ ഇന്ന് തന്നെ പോയി ഗൂഗിൾ ചെയ്യും. ജർമ്മൻകാരനാണ്, ലോക പ്രശസ്തനായ കാറോട്ടക്കാരനാണ് മൈക്കിൾ ഷൂമാക്കർ. അദ്ദേഹം നേടിയ കിരീടങ്ങളുടെ എണ്ണം അനവധിയാണ്. ഇങ്ങനെ കിരീടങ്ങൾ നേടിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സമ്പത്ത് വലുതാണ്. എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വിധം സമ്പത്തെന്നാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്. ഒരു കാറോട്ട മത്സരത്തിന്റെ ഒരു അപകടം ഉണ്ടായി. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. അവസാനം ഡോക്ടർമാര് കാര്യം വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ഞങ്ങൾ ചെയ്തു, ഇതിൽ കൂടുതൽ വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്യുന്നത്. സമ്പത്ത് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ആശുപത്രിയിൽ കിട്ടിയ അതേ ഫെസിലിറ്റീസ് എല്ലാം വീട്ടിലൊരു മുറിയിൽ ഒരുക്കി ഈ മൈക്കിൾ ഷൂമാക്കറിനെ വർഷങ്ങളോളം ഈ ഭാര്യ ശുശ്രൂഷിക്കുന്നു. തിരികെ ഒരു നോർമൽ ലൈഫിലേക്ക്, ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വൈദ്യശാസ്ത്രത്തിൽ സാധിച്ചിട്ടുണ്ട്. ഈ മനുഷ്യന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ചോദ്യം ഇതാണ്, നീ ആശ്രയിക്കുന്നത് നിന്റെ സമ്പത്തിലാണോ? ആ സമ്പത്ത് നിന്നെ അധികകാലം പ്രകാശിപ്പിക്കും. മൂന്നാമത്തെ ഉദാഹരണം നമുക്കെല്ലാം പരിചിതമായ ഉദാഹരണം ജഗദീശ് ശ്രീകുമാറിനെ നമുക്ക് എല്ലാവർക്കും എത്ര മഹാനായ ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ കഴിവിനെ പറ്റി നമുക്ക് യാതൊരു സംശയമില്ല. കേരളത്തെ കുടുംബാചരിപ്പിച്ച ഒരു മനുഷ്യനാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥയാണ്. കഴിവാണോ നമ്മളെ പ്രകാശിപ്പിക്കുന്നത് എന്ന് നമ്മൾ കരുതുന്നത്? നമ്മൾ പരാജയപ്പെടുന്നു. നമ്മുടെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ നമുക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് കരുതുന്നതൊക്കെ നഷ്ടപ്പെടാൻ നിമിഷാർത്ഥങ്ങൾ മാത്രം മതി. കൈകളെയും കോരി വെച്ച വെള്ളം ചോർന്നു പോകുന്നത്ര വേഗത്തിൽ നഷ്ടപ്പെടാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സമസ്തം. പക്ഷേ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ ഒരു സാഹചര്യം വരുമ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ, നമ്മൾ തളർന്നു പോകാതിരിക്കണമെങ്കിൽ ഈ കൃപയുടെ വെട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൃപയുടെ വെട്ടം ജീവിതത്തിൽ സൂക്ഷിച്ച ഒരു വ്യക്തിയെ കൂടി ഞാൻ മുമ്പാകെ എനിക്ക് പരിചിതമായ ഒരു ജ്ഞാനഗുരു അച്ഛൻ പറഞ്ഞൊരു അനുഭവമാണ്. അച്ഛൻ്റെ സ്ഥലത്ത് ധ്യാനിപ്പിക്കാനായിട്ട് പോയി. 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷനാണ്. ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ തന്നെ രാമ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇവിടെ പോകുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പോകാം. സാധാരണ അച്ഛനെ കൺവെൻഷനുകൾ പോകുമ്പോൾ വീടുകളിൽ പോയി പ്രാർത്ഥിക്കാറ്. പക്ഷേ അമ്മ നിരന്തരമായി നമ്മളിങ്ങനെ നിർബന്ധിച്ചത് കൊണ്ട് അച്ഛൻ ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് വരും.
ആ വീട്ടിൽ ചെന്നു. അമ്മ അച്ഛനെ സ്വീകരിച്ച് അകത്തിരുത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. കുറെ സമയമായിട്ട് ആ വീട്ടിൽ ആരും ഉള്ളതായിട്ട് അച്ഛൻ തോന്നി. അച്ഛൻ ചോദിച്ചു, വേറെ ആരും ഇല്ലേ? അമ്മ പറഞ്ഞു, എനിക്ക് 3 മക്കളും ജീവിത പങ്കാളികളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് അമ്മ അച്ഛനെ ഒരു മുറിയുടെ വാതിലിലേക്ക് കൊണ്ടുപോയി ആ മുറി തുറന്നപ്പോ അച്ഛൻ കാണുന്നത് കട്ടിൽ ഒരു കുട്ടി കിടക്കുന്നത്, വലിയ തലയും ചെറിയ വന്നന്. അമ്മ പറഞ്ഞു, എന്റെ മൂത്ത മകൻ 15 വയസ്സ് പ്രായം. ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്, ഈ വലിയ തലയും ചെറിയ ഉടലുമായത് കാരണം ഇവന് എഴുന്നേക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, സംസാരിക്കാനും പറ്റില്ല. മൂത്ത മകൻ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ അച്ഛന്റെ മനസ്സിൽ ഒരു വേദന വന്നു. അമ്മ എന്നിട്ട് അച്ഛനെ 2ാമത്തെ മുറിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. 2ാമത്തെ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ അകത്തുനിന്ന് വലിയ ഒരു അലർച്ചയായിരുന്നു. അച്ഛൻ നോക്കിയപ്പോ അപ്പുറത്തെ മുറിയിൽ കണ്ടതുപോലെ ഒരു കുട്ടി കിടക്കുന്നു. അമ്മ പറഞ്ഞു, അച്ഛൻ്റെ 2ാമത്തെ മകൻ 10 വയസ്സ് പ്രായം, വലിയ തലയും ചെറിയ ഉടലും കാരണം ഇവനും എഴുന്നേൽക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പറയുന്നത് അവന് കേൾക്കാൻ പറ്റും, ഇങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കാൻ പറ്റും. 2ാമത്തെ കുഞ്ഞിനെ കൂടി കണ്ടപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ വല്ലാതെ അച്ഛൻ ചോദിച്ചു, അമ്മ ജീവിത പങ്കാളിയെ പോയി? അമ്മ പറഞ്ഞു, പറയാ അച്ഛൻ. അമ്മ അച്ഛനെ 3ാമത്തെ മുറിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. 3ാമത്തെ മുറിയുടെ വാതിൽ തുറന്നപ്പോ മറ്റ് 2 മുറിയും കണ്ടതുപോലെ ഒരു കൊച്ചുകുട്ടി കിടക്കുന്നത്, വലിയ തലയും ചെറിയ ഉടലും. അമ്മ പറഞ്ഞു, ഇതെന്റെ 3ാമത്തെ മകൻ, 5 വയസ്സ് പ്രായം. ഇവര് 1ാമത്തേക്ക് പറയാം, എഴുന്നേക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, ഒന്നും സംസാരിക്കാൻ പറ്റില്ല. 3ാമത്തെ കുഞ്ഞിനെ കൂടി ഇങ്ങനെ കണ്ടപ്പോ എല്ലാ തലത്തിൽ തമ്മിൽ ചോദിച്ചു, ജീവിത പങ്കാളി? അമ്മ പറഞ്ഞു, എന്റെ ആദ്യത്തെ 2 മക്കളെ ഇങ്ങനെ കണ്ടപ്പോ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ദൈവം നമുക്ക് 3ാമതൊരു കുഞ്ഞിനെ തരും. ഈ 2 കുഞ്ഞുങ്ങളുടെ എല്ലാ വിഷമവും മാറത്തക്ക വിധം മിടുക്കനായ സുന്ദരനായ ഒരു കുഞ്ഞിനെ ദൈവം നമുക്ക് തരുമെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച എന്റെ ജീവിത പങ്കാളി 3ാമത്തെ കുട്ടിയെ കൂടി ഇങ്ങനെ കണ്ടപ്പോ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനായില്ല. നമ്മ 4ാമത്തെ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ അച്ഛൻ കാണുന്നത് കൈകാലുകൾ ചങ്ങലക്കിട്ട് കൂട്ടി ഒരു മനുഷ്യനെ കട്ടിലിനോട് ചേർത്ത് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അമ്മ പറഞ്ഞു, അച്ഛാ, 3ാമത്തെ കുഞ്ഞിനെ കണ്ടപ്പോ എന്റെ ജീവിത പങ്കാളിയുടെ മാനസിക തലത്തിലെത്തി. അച്ഛൻ ചോദിച്ചു, അമ്മേ, എങ്ങനെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ദുരിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഒരു തീമഴ പോലെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങിയപ്പോ അമ്മക്ക് എങ്ങനെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഈ അച്ഛനോട് അമ്മ പറഞ്ഞ മറുപടി എങ്ങനെയാണ്? അച്ഛാ, എന്റെ കർത്താവ് അറിയാനല്ല ഇതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇതെല്ലാം എന്റെ കർത്താവിന് അറിയാം. എന്നിട്ട് അമ്മ പറയുന്നത് എങ്ങനെയാണ്? എന്റെ ജീവന്റെ അവസാന ശ്വാസം വരെ, എന്റെ ജീവന്റെ അവസാന ശ്വാസം വരെ എന്റെ ഈ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കാനുള്ള കൃപയും എന്റെ സ്വർഗത്തിലെ അപ്പൻ എനിക്ക് തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഈ പ്രിയപ്പെട്ടവരെ എന്റെ ജീവന്റെ അവസാന ശ്വാസം വരെ ശുശ്രൂഷിക്കാനുള്ള കൃപയും എന്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് തരും. ഈ അമ്മയെ പ്രകാശിപ്പിക്കുന്ന അഭിഷേകത്തിന്റെ പേരാണ് എന്ത്? ദൈവകൃപ. നമ്മൾ ആരും പ്രതീക്ഷിക്കരുത്, നമ്മൾ ആരും വിചാരിക്കരുത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. പോകുമെന്ന് വിചാരിക്കണം. നമ്മൾ എഴുതി തയ്യാറാക്കുന്ന തിരക്കഥ പോലെ ഒരിക്കലും നമ്മുടെ ജീവിതം പോകണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ആഗ്രഹിക്കാത്ത ചില ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഒരു ഇടുത്തി പോലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ നീ തളർന്നു പോകാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ, നിന്റെ ജീവിതത്തെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിന്നെ ബലപ്പെടുത്തുന്നത് ഈ പുറമേയുള്ള ഒരു വെളിച്ചങ്ങളുമല്ല, നിന്റെ ഉള്ളിനെ പ്രകാശിപ്പിക്കുന്ന ഈ ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദൈവ കൃപയെ നിസ്സാരമായി കാണരുത്. ദൈവകൃപയെ നിസ്സാരമായി കാണുക. ദൈവകൃപയുടെ പ്രാധാന്യം മനസ്സിലാക്കാനുള്ള മറ്റൊരു ഉപമ വചനത്തിലാണ്. ഒരു രാജാവ് വലിയ വിരുന്നൊരുക്കി.
ഒത്തിരി പേരെ മുൻകൂട്ടി ക്ഷണിച്ചു. വിരുന്നിന് സമയമായപ്പോ ഈ ക്ഷണിക്കപ്പെട്ടവരെല്ലാം പോലെ ഒഴിവ് എഴുതുന്നു. രാജാവ് ഭക്തന്മാരെ വിളിച്ചിട്ട് എന്നാണ് പറഞ്ഞത്? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വഴിക്കവലകളിൽ പോയി കണ്ടുമുട്ടുന്നവരെ എല്ലാം വിളിച്ചുകൊണ്ട് വന്ന് എന്റെ വിരുന്നശാല പറയണം. ഭക്തന്മാർ അപ്രകാരം ചെയ്തു. അവർ കണ്ടുമുട്ടിയവരൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് വിരുന്നശാല നിറച്ചു. രാജാവ് വിരുന്നശാലയിലേക്ക് പ്രവേശിച്ചപ്പോൾ ആരെയാണ് കണ്ടത്? വിവാഹ വസ്ത്രം ധരിക്കാത്തവരെ കണ്ടു. രാജാവ് ഭക്തന്മാരോട് എന്താണ് പറയുന്നത്? ഇവനെ പിടിച്ച് പുറത്തെ അർത്ഥകാലത്തിലേക്ക് തള്ളിക്കളയുക, ഇവനെ വിരുന്നിന് യോഗ്യനല്ല. ഈ രാജാവ് ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ആണോ? ശരിയല്ല. മുൻകൂട്ടി ക്ഷണിച്ചതാണ് കുറെ പേര്. അവരാരും വരാത്തത് കൊണ്ട് ജോലിക്ക് പോകാൻ നിന്ന് ബാക്കിയായി പുള്ളിയെ വിളിച്ചോണ്ട് രാത്രി കൂടിയിട്ട് വിവാഹ വസ്ത്രം ഇല്ലാന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നത് ശരിയല്ല നമുക്ക് അറിയാം. പക്ഷെ എന്താണ് ഈ ഉപമ നൽകുന്ന തൊഴിലെന്താണ്? ഈ വിരുന്നെന്താണ്? ഈ വിരുന്ന് നാം ഒക്കെ സ്വർഗരാജ്യത്തിൽ ഒരിക്കൽ ആസ്വദിക്കാനിരിക്കുന്ന സ്വർഗീയ വിരുന്നാണ്. നമുക്ക് എല്ലാവർക്കും ഒരുക്കിയിരിക്കുന്ന വിരുന്നാണ്. പക്ഷെ ഈ വിരുന്നിനൊരു പ്രത്യേകതയുണ്ട്. ഈ വിരുന്നിലേക്ക് എപ്പോഴാണ് നമ്മൾ വിളിക്കപ്പെടുന്നതെന്ന് നമുക്കത് പറയാൻ പറ്റും. ഞാൻ എന്റെ ചെറുപ്പത്തിൽ വിചാരിച്ചിട്ട് 80 വയസ്സാകാതെ തട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം എപ്പോഴാണ് ഈ വിസ ചെയ്യണമെന്ന് നമുക്ക് യാതൊരു എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഈ മദന ശുശ്രൂഷ പൂർത്തിയാക്കി തിരിച്ച് പത്രത്തിന്റെ ചെല്ലാറ് എനിക്ക് യാതൊരു ഉറപ്പും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഏത് സമയത്തും ഈ വിളി വരാം. ഈ വിളി വന്നു കഴിഞ്ഞാൽ ഈ വിരുന്ന് ആസ്വദിക്കണമെങ്കിൽ ഒറ്റ കണ്ടീഷനാണ് വചനം പറയുന്നത്. എന്ത് വേണം? വിവാഹ വസ്ത്രം വേണം. എന്താണ് ഈ വിവാഹ വസ്ത്രം? മാമോദിസയിലൂടെ, മൂറോനഭിഷേകത്തിലൂടെ, പരിശുദ്ധ കൂദാശകളിലൂടെ സ്വർഗം നമ്മളെ അണിയിച്ചിരിക്കുന്ന കൃപയുടെ വസ്ത്രമാണ്. കൃപയുടെ വസ്ത്രമാണ്. അതുകൊണ്ട് ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: സ്വർഗം എനിക്ക് സൗജന്യമായി തന്ന ഈ കൃപയുടെ വസ്ത്രത്തിന് കേടുപറ്റിയിട്ടുണ്ടോ? ഈ കൃപയുടെ വസ്ത്രം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഈ കൃപയുടെ വസ്ത്രത്തിന് ഒരു കേടും പറ്റാതെ സൂക്ഷിക്കുന്നവർക്ക് സ്വർഗരാജ്യത്തിന്റെ വിരുന്ന് ആസ്വദിക്കാൻ സാധിക്കും. അതുകൊണ്ട് ദൈവ കൃപയെ നിസ്സാരമായി കാണുന്നത്. ഈ കാലഘട്ടത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ദൈവ കൃപ കടന്നു വരുന്ന വഴികളെ നമ്മൾ നിസ്സാരമായി കണ്ടു എന്നുള്ളത്. ഞാൻ ഒരു പള്ളിയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പോയതാണ്. ഞാൻ കുർബാനയ്ക്ക് വേണ്ടി കുർബാനയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ചേട്ടനും ചേച്ചിയും കൂടി പടിഞ്ഞാറെ വാർക്കൽ ഇരിക്കുമ്പോൾ കുർബാന തുടങ്ങിയപ്പോൾ മുതൽ അവർ മൊബൈൽ ഫോണിൽ കളിക്കുന്നു. കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ചപ്പോൾ ഞാൻ കാണുന്നത് അവർ രണ്ടുപേരും പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നത് മൊബൈൽ ഫോണിൽ. വിഭജനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ക്ഷമിച്ചത്. അത്യാവശ്യം ജീവിതത്തെ കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തിയ രണ്ടുപേര് ഈ പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ ആ പരിശുദ്ധ കുർബാന കിട്ടിയിരിക്കുന്ന വില എന്താണ്? അത് ഞാൻ എന്റെ എക്സ്ട്രീം കേസ് പറഞ്ഞതാണ്. ഞാൻ അവിടെ താഴോട്ട് നമ്മൾ നോക്കിക്കേ, പരിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് ഈ പരിശുദ്ധ കുർബാനയിൽ അല്പം പോലും ശ്രദ്ധിക്കാതെ എത്ര പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നു. പരിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ എടുത്ത് പുറത്തു പോകുവാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് പരസ്പരം സംസാരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഇതിന്റെ പ്രശ്നം? എന്താണ് ഈ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നത് എന്നതിന്റെ ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടത്. പ്രേമ സഹോദരങ്ങൾ, ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ ഈ ദേവാലയത്തിൽ നടക്കുന്ന ഒരു ചെറിയ ദൈവിക ശുശ്രൂഷയ്ക്ക് പോലും നിങ്ങൾ വില കൊടുത്താൽ
അതിലൂടെ ഒഴുകുന്ന കൃപ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ പലപ്പോഴും പള്ളി പറയാനുള്ള കാര്യമുണ്ട്. ചിലർക്ക് എന്നോട് പറയും, അച്ഛാ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒത്തിരി നാളുകൊണ്ട് പ്രാർത്ഥിക്കുക, പക്ഷെ ഉത്തരം ഇതുവരെയായിട്ട് കിട്ടിയില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ എന്നോട് പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ഉത്തരം തരാൻ കർത്താവ് പല തവണ ഈ ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. തരാനായിട്ട് ചോദിച്ചവരെ തപ്പിയപ്പോ എന്ത് സംഭവിച്ചു? ചോദിച്ചവരാരും വന്നിട്ടില്ല. പ്രവേശത്തിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും 5000 രൂപ തരും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പേരായിരിക്കും പറയുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഈ പള്ളിയിൽ നിറഞ്ഞു കവിഞ്ഞ ആളാണ്. 5000 രൂപയ്ക്കാണോ അല്ല ഈ ശുശ്രൂഷകൾ ഒഴുകുന്ന കൃപയ്ക്കാണോ അല്ല? ഇവിടെ നടക്കുന്ന ഒരു ചെറിയ ശുശ്രൂഷയിലൂടെ ഒഴുകുന്ന കൃപ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. അതൊരു പക്ഷേ ഒരു സന്ധ്യാപ്രാർത്ഥനയാകാം, ഒരു ജപമാല പ്രാർത്ഥനയാകാം, പരിശുദ്ധ കുർബാനയാകാം, ഒരു വചന ശുശ്രൂഷയാകാം, വെള്ളിയാഴ്ചകളിലെ പ്രാർത്ഥനയാകാം, നമ്മുടെ കുടുംബങ്ങളിൽ നടത്തുന്ന പ്രാർത്ഥനയാകാം. പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് ഉത്തരം തരാൻ കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് വന്നപ്പോ അത് ചോദിച്ച നമ്മൾ പലപ്പോഴും അത് സ്വീകരിക്കാൻ ഒരുക്കമില്ലാത്തവരായി കാണപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ടാണ് നമ്മളിലേക്ക് ആ കൃപ വരാനുള്ളത്. അതുകൊണ്ട് ഒരു ദൈവിക ശുശ്രൂഷയെ പോലും നിസ്സാരമായിട്ട് കാണാൻ ഇടയാകരുത്. ഒരു ദൈവിക ശുശ്രൂഷയെ പോലും, പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്ന ഈ ദേവാലയത്തെ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ. ഈ ദേവാലയത്തിൽ പോലും, ഈ ദേവാലയത്തിന്റെ മിച്ചത്തേക്ക് പ്രവേശിച്ചാൽ പോലും അതിന് വലിയൊരു അനുഗ്രഹം. ഞാൻ നേരത്തെ ഇരുന്ന പള്ളിയിൽ ആ ദേവാലയത്തിൽ മിച്ചത്ത് ഓരോ അമ്മ പ്രാർത്ഥിക്കാൻ എല്ലാ ദിവസവും, നമ്മുടെ സഭയിൽപ്പെട്ടതല്ല വേറെ സഭയിൽപ്പെട്ടതല്ല, എല്ലാ ദിവസവും അമ്മ പ്രാർത്ഥിക്കാനായിട്ട് വരും. അമ്മയുടെ നിയോഗം എന്ന് പറയാം, അമ്മ ഇപ്പോൾ താമസിക്കുന്ന വീടും പരിസരവും ഒക്കെ ഒന്ന് വിൽക്കാനായിട്ട് ശ്രമിക്കാം, വേറെ സ്ഥലത്ത് വാങ്ങാൻ. പക്ഷെ നാടുകൾ ഒത്തിരി ആയിട്ട് പല പല തടസ്സങ്ങൾ കാരണം ആ വീടും സ്ഥലവും വാങ്ങിക്കാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല. അമ്മ എനിക്ക് എല്ലാ ദിവസവും വന്ന് ഈ പള്ളിയുടെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ഈ അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഈ പള്ളി മുറ്റത്ത് കിടക്കുന്ന കുറച്ച് മണ്ണ് വാരി കൊടുക്കണം. ഈ അമ്മ ഈ പള്ളി മുറ്റത്ത് കിടക്കുന്ന കുറച്ച് മണ്ണ് വാരി ആ അമ്മയുടെ വിൽക്കാൻ സാധിക്കാത്ത വീടിന്റെയും ഒരിടത്തിന്റെയും ചുറ്റുപാടെല്ലാം കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് തൊട്ട് പിറ്റേ ദിവസം ഈ അമ്മ പോലും വിചാരിക്കുന്നതിനേക്കാൾ ഉന്നതമായ ഒരു നിലയ്ക്ക് ആ വീടും പരിസരവും വിൽക്കാനായിട്ട് സാധിച്ചു. അത് അമ്മ ആഗ്രഹിച്ചതുപോലെ പുതിയൊരു വീടും ഒരു കുറച്ച് പറമ്പ് കൂടി വാങ്ങിക്കാൻ സാധിച്ചു. നമ്മൾ ചവിട്ടുന്ന ഈ മണ്ണിന് പോലും കൃപ പ്രദാനം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്, ഒരു ദൈവിക ശുശ്രൂഷയെ പോലും നിസ്സാരമായി കാണുന്നത്. ഞാൻ 2 വർഷം മുമ്പ് വികാരിയായിരുന്ന പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ച നടന്നൊരു അനുഭവം ഞാൻ പറയാം. ദുഃഖവെള്ളിയാഴ്ച നമുക്ക് ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ഒരുക്കമായി ഞാൻ ഈ ഇടവക്കാരോട് പറഞ്ഞു, ഈ ശുശ്രൂഷകളെല്ലാം കർത്താവിൽ നിന്ന് കൃപ സ്വീകരിക്കുന്ന ശുശ്രൂഷകളാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് വിലയിട്ട് വേണം, നിങ്ങൾ അതിന് വില കൊടുത്ത് വേണം ഈ ശുശ്രൂഷയിൽ പറഞ്ഞു തരാൻ. ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ ശ്രീകാരണങ്ങളോട് ചേർന്ന് കുരിശു കുമ്പിടി എന്റെ ഇടവകയിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് അതിശക്തമായ മൈഗ്രെയിനാണ്. ഈ മൈഗ്രെയിൻ കാരണം അവൾക്ക് പല പരീക്ഷകൾ എഴുതാൻ സാധിക്കുന്നില്ല, യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. മൈഗ്രെയിൻ ഉള്ളവർക്കറിയാം, യാത്ര ചെയ്താൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് കാരണം അവൾ ഒത്തിരി വലഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ മകള് അവൾ കുരിശു കുമ്പിടാൻ
ഞാൻ നിന്നെയാണ് തൊടാൻ പോകുന്നത്, നിന്നെയാണ് ചുംബിക്കാൻ പോകുന്നത്. എനിക്കിതിൽ നിന്ന് ഒരു വിടുതൽ നൽകണം. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയോടെയാണ് ഈ പെൺകുട്ടി കുരിശു കുമ്പിട്ടത്. കുരിശു കുമ്പിട്ട് എഴുന്നേറ്റിട്ട് ഇപ്പൊ 2 വർഷങ്ങൾ പിന്നിടുന്നു. അവളുടെ അമ്മയും കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴോട് പറഞ്ഞു, അച്ഛാ, അതിനുശേഷം ഒരിക്കൽ പോലും അങ്ങനെ ഒരു രോഗം എനിക്കുണ്ടായിട്ടില്ല. എന്നോട് പറഞ്ഞു, അച്ഛൻ എവിടെ പോയാലും വചനം പറയാൻ പോയാലും അച്ഛൻ എന്റെ സാക്ഷ്യം പറയണം, എന്റെ സാക്ഷ്യം പറയണം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വിശ്വാസത്തോടെ ഈ തമ്പുരാൻ ഒഴുകുന്ന കൃപ സ്വീകരിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് ഓരോ ദൈവിക ശുശ്രൂഷയിലും പങ്കുചേരുന്നതെങ്കിൽ, ഈ ദേവാലയ മുറ്റത്തേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ കൃപയുടെ അഭിഷേകം വ്യാപരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ദൈവിക ശുശ്രൂഷകളെ നിസ്സാരമായി കാണരുത്. സാധാരണ ഈ കാലഘട്ടത്തിൽ ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ശുശ്രൂഷകളെ നിസ്സാരമായി കാണുന്ന പ്രവണതയാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ എന്തെങ്കിലും തോന്നും, പരിശുദ്ധ കുർബാനയെ പങ്കെടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം തോന്നും. ഒരു വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിളിക്കുന്ന ഒരു അനുഭവം നമുക്ക് തോന്നുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആശ്വാസം നമുക്ക് അനുഭവപ്പെടുന്നു. കാരണം എന്താണെന്നറിയോ? ഇതിന് നമ്മൾ വേണ്ട വിധത്തിൽ വിലയിടാക്കുന്നു. ഈ ശുശ്രൂഷകളിലൂടെ കടന്നു വരുന്ന കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നു. നമുക്കെല്ലാം തമാശയായി എല്ലാ ദൈവിക ശുശ്രൂഷകളെയും നമ്മൾ തമാശയായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിരിക്കുന്നു, നമ്മൾ എത്ര പരിശുദ്ധ കുർബാനയും. അതുകൊണ്ട് എന്താണ്? ശൂന്യമായ കരങ്ങളോടും ശൂന്യമായ ഹൃദയത്തോടും കൂടി നമ്മൾ വീട്ടിൽ നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോവാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ഒരു ദൈവിക ശുശ്രൂഷയെ പോലും നിസ്സാരമായി കാണരുത്. ഇനി ഈ കൃപ സ്വീകരിക്കാനുള്ള വഴി എന്തൊക്കെയാണ്? 2 വഴികൾ മാത്രം പറഞ്ഞ് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കും. ഈ ദൈവകൃപ സ്വീകരിക്കാനുള്ള വഴി പ്രഭാഷകന്റെ പുസ്തകം 32-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം. വചനം നൽകുന്ന ഒരു വഴിയാണ് ദൈവകൃപ സ്വീകരിക്കാൻ വചനം നൽകുന്ന ഒരു വഴി. ഇങ്ങനെയാണ് വചനം പറയുന്നത്: പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും. പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പാരമ്പര്യം അനുസരിച്ച് എത്ര യാമങ്ങളിലെ പ്രാർത്ഥനയാണുള്ളത്? നമ്മുടെ സ്കൂളിൽ എത്ര യാമങ്ങളിലെ പ്രാർത്ഥനയാണ്? 7. നമ്മുടെ സൗകര്യം എത്രയായിട്ട് കുറച്ചിട്ടുണ്ട്? എത്രയായിട്ട് കുറച്ചിട്ടുണ്ട്? 2. എപ്പോഴൊക്കെ? പ്രഭാതം, സന്ധ്യയും. ഓക്കെ. സങ്കീർത്തന പുസ്തകം 55-ാമത്തെ അധ്യായം 17. സങ്കീർത്തനം 55:17. അതിനകത്ത് വചനം എങ്ങനെയാണ് പറയുന്നത്? പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സന്ധ്യയിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും, കർത്താവിന്റെ സ്വരം കേൾക്കും. ഞാൻ പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സന്ധ്യയിലും ആവലാതിപ്പെട്ട് കരയും, കർത്താവിന്റെ സ്വരം കേൾക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ സൗകര്യം എത്രയായിട്ട് കുറച്ചിട്ടുണ്ട്? 3. എപ്പോഴൊക്കെ? രാവിലെ, ഉച്ചയ്ക്ക്, ഇതെന്നെ കുളിക്കുക. രാവിലെ ഒരു നേരം, ഉച്ചയ്ക്ക് ഒരു നേരം, വൈകിട്ട് ഒരു നേരം. ഒരു ഗുളിക പോലെ, നമ്മുടെ ആത്മാവിന് ഉള്ളൊരു ഔഷധം പോലെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു അഭിഷേകമാണ് ഈ യാമങ്ങളിലെ പ്രാർത്ഥന. ഉച്ചപ്രാർത്ഥന നമ്മൾ നടത്താറില്ല. കാരണം അത് നമ്മൾ സെമിനാരികൾക്കും മഠങ്ങൾക്കും ആശ്രമങ്ങൾക്കും വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ തൽക്കാലത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട
ഒരു യാമപ്രാർത്ഥനയാണ് പ്രഭാതത്തിലെ പ്രാർത്ഥന. ഞാനൊരു പള്ളിയിൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന് നിങ്ങളോട് ചോദിച്ചു, മക്കളെ പ്രഭാത പ്രാർത്ഥനയുള്ള വീടുകളൊക്കെ കൈവക്കണം. അപ്പോൾ ഒരു പയ്യൻ കൊച്ചു പയ്യൻ എഴുന്നേറ്റിനോട് ചോദിക്കുക, പ്രഭാത പ്രാർത്ഥന പള്ളിയിലാണ്. പ്രഭാത പ്രാർത്ഥന പള്ളിയിലാണ്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ആകെ കിട്ടുന്ന പ്രഭാത പ്രാർത്ഥന ഏതാ? പള്ളിയിൽ കുർബാനയ്ക്ക് മുമ്പ് നടത്തുന്നത്. കൊച്ചു വിദ്യാർത്ഥികൾ പള്ളിയിൽ മാത്രം നടത്താനുള്ള ഒരു പരിപാടി. സഹോദരങ്ങളെ, നമ്മളൊരു കാര്യത്തിൽ നല്ല നിശ്ചയം ഉണ്ടാകണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കൃപ കടന്നു വരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, എൻ്റെ വീട്ടില് എൻ്റെ വല്യപ്പച്ചനും വല്യപ്പച്ചയുള്ള സമയത്ത് അവർ വെളുപ്പാങ്കാലത്ത് 4:30 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഒരു പായൊക്കെ എഴുതുന്നുണ്ട്. ആ പായ വന്നിരുന്ന് എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. 4:30 പ്രാർത്ഥനയ്ക്ക് പായിട്ടാൽ ആ വീട്ടിലുള്ള എല്ലാവരും ആ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധം. നമുക്ക് നല്ല ഉറക്കം കിട്ടുന്ന സമയമാണ് 4:30 സമയം, 5 മണി സമയം. ഇവര് നമ്മുടെ തലയിലൂടെ വെള്ളം പോയി ഒഴിച്ചിട്ടാണ് നമ്മളെ കൊണ്ടുവരുന്നത്. അതിന്റെ പായ കൊണ്ടുവരുത്തി പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ പോയി ഉറങ്ങുമോ ചാടി പണിയോ അതൊന്നും വിഷയമാണ്. പക്ഷെ പ്രാർത്ഥനയ്ക്ക് പായിട്ടാൽ ആ പായ ആ വീട്ടിലുള്ള എല്ലാവരും ഉണ്ടാകണം. ഞാൻ എല്ലാ ദിവസവും അമ്മച്ച പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്റെ മനസ്സിൽ എപ്പോഴും മാറിയിട്ടില്ല. ആ പ്രാർത്ഥന എല്ലാ ദിവസവും എന്റെ വല്യപ്പച്ചൻ അമ്മച്ചയും കൂടെ മുട്ടുകുത്തി കൈ പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവേ, ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട്, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന ഞങ്ങളുടെ തലമുറ അനുഭവിക്കാൻ ഇടയാകരുതേന്ന് അവരിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞങ്ങളുടെ വീട് സാധാരണ വീടാണ്. ഓടിട്ട സാധാരണ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്തൊരു സമയത്തെ കാര്യം ഞാൻ പറഞ്ഞു. അവര് പ്രാർത്ഥിച്ച നാളുകളിലെല്ലാം ഞങ്ങളുടെ വീട് ഓടിട്ട വീട് തന്നെയാണ്. ആ വീട് ഒരു മാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങളൊരു വാർത്ത വീടിനാണ്. ആ പ്രദേശത്ത് വലിയ തരക്കേടില്ലാതെ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളുടെ കുടുംബം, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങളുടെ വീട്ടിൽ മെച്ചം കൊണ്ടോ കിട്ടിയതല്ല. ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പറഞ്ഞ് കിടക്കാണ്. ആ പ്രാർത്ഥനയ്ക്ക് കൊടുത്ത ഉത്തരമാണ് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാം നന്മയും. ദൈവയുടെ മാതാപിതാക്കളെ, എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇപ്പോഴത്തെ സാഹചര്യം ഒക്കെ തന്നെയായിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ തലമുറ എത്തുമ്പോൾ, നിങ്ങളുടെ കൊച്ചുമക്കളുടെ തലമുറ എത്തുമ്പോൾ പ്രാർത്ഥിച്ചവരുടെ കുടുംബവും പ്രാർത്ഥിക്കാത്തവരുടെ കുടുംബവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചവരുടെ കുടുംബത്തെ ഈ കാലഘട്ടത്തിൽ തകർന്നു പോകാൻ കർത്താവ് ഇടയാക്കില്ല. ഈ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ദൈവത്തെ വിളിച്ചവരുടെ കുടുംബത്തെ തകർന്നു പോകാൻ ദൈവം ഇടയാക്കില്ല. ദൈവത്തെ വിളിച്ചവരുടെ കുടുംബത്തിന്റെ തലമുറയെ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒഴുകുന്ന ഓരോ കണ്ണുനീരിനും കൃപ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ തലമുറയാണ്. ഇപ്പോ നിങ്ങളുടെ മക്കൾ പറയുന്നത് കേൾക്കുന്നില്ലെന്നോ അവരുടെ പോക്ക് ശരിയല്ലെന്നോ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണുനീരിനെ മറികടന്ന് അവർക്ക് ഒരു കാലെടുത്ത് വെക്കാൻ പറ്റും. ദൈവത്തിന് വില കൊടുത്ത ഒരു അപ്പനെയും ഒരു അമ്മയുമാണ് ഈ മക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ അവർക്ക് പറ്റില്ല. അവരുടെ ഉള്ളില് പരിശുദ്ധാത്മാവ് അവരതിനെ
ഈ കാലഘട്ടത്തിൽ സംഭവിച്ചു പോയ പ്രതിസന്ധി എന്ന് പറയുന്നത് അപ്രകാരമുള്ള മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വാക്യം സങ്കീർത്തന പുസ്തകം 59-ാമത്തെ അധ്യായം 16-ാം തിരുവചനം. സങ്കീർത്തനം 59:16 വചനം ഇങ്ങനെയാണ്: കർത്താവേ, പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. ആർക്കാണ് രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ വിളിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ അതിന് വചനം നൽകുന്ന ഉത്തരം ഇതാണ്: കർത്താവ് എന്റെ ജീവിതത്തിൽ കാരുണ്യം ചെയ്തു എന്ന് ഉറപ്പ് കിട്ടുന്ന ഒരാള് രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ വിളിക്കുന്നു. ദൈവ കരുണയുടെ മറ്റൊരു പേരാണ് അത്ഭുതം. എന്താണ്? ദൈവ കരുണയുടെ മറ്റൊരു പേരാണ് ദൈവാത്ഭുതം. അങ്ങനെ ഈ വചനത്തെ ഇങ്ങനെ മനസ്സിലാക്കണം: കർത്താവ് എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു എന്ന് ഉറപ്പുള്ള ഒരാള് രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ വിളിക്കുന്നു. അതിനാദ്യം കിട്ടുന്ന ഉറപ്പെന്താണ്? എന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. എന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവരുടെ കൈകൊണ്ടാണ്. എന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുള്ളത്. ചിലർക്ക് ഭാവി ഉറപ്പുണ്ട്, ചിലർക്ക് അത്യാവശ്യം നല്ല ഉറപ്പുണ്ട്, ചിലർക്ക് ഉറപ്പില്ല. ഉറപ്പില്ലാത്തവർക്ക് ഉറപ്പ് കിട്ടാനും ഉറപ്പുള്ളവർക്ക് ഉറപ്പ് കൂടാനും ചില ഉദാഹരണം പറയാം. ഇന്നലെ രാത്രി നമ്മളെല്ലാവരും കിടന്ന് ഉറങ്ങി അല്ലേ? ഉറങ്ങിയില്ലേ? ഒരാഴ്ചയായി ഉറങ്ങിയ കഷ്ടമാണ്. ഉറങ്ങിയില്ലേ? ഞങ്ങൾ ഇപ്പോഴും ഓർമ്മ ഇന്നലെ മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും ഉറങ്ങിയില്ല. നമ്മൾ മാത്രമാണ് ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങി ആണോ? നമ്മൾ ഉറങ്ങാൻ കിടന്ന അതേ സമയത്ത് അനേക സ്ഥലങ്ങളിൽ അനേകം പേര് ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റു. ഇന്നലെ നമ്മളോടൊപ്പം ഉറങ്ങാൻ കിടന്നവരെല്ലാം ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടാവും. ഉണ്ടാവും അല്ലല്ലോ? കർത്താവ് അത്ഭുതം ചെയ്തോ ഇല്ലയോ? ചെയ്തോ ഇല്ലയോ? ഒന്നുറക്കെ പറ, ചെയ്തോ ഇല്ലയോ? ഇനി ഇന്ന് പള്ളി പെരുന്നാളാണ്. നിങ്ങൾ എല്ലാവരും വരണമെന്ന് വികാരിച്ച പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുളിച്ചൊരുക്കി പള്ളിയിലേക്ക് പോകുന്നു. ഞാൻ പത്തനംതിട്ടയിൽ വരികയാണ്. നമ്മൾ യാത്ര തുടങ്ങിയ അതേ സമയത്ത് അനേക സ്ഥലങ്ങളിലേക്ക് പോകാൻ അനേകം പേര് യാത്ര തിരിച്ചിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ടാവും. ഉണ്ടാവും. യാത്ര ആരംഭിച്ച് ഒരു ലക്ഷ്യസ്ഥാനം വെച്ച് യാത്ര ആരംഭിച്ച പലരും അവര് പോലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലാണ് അവരുടെ യാത്ര അവസാനിപ്പിച്ചത്. കർത്താവ് അത്ഭുതം ചെയ്തോ? ഓരോ നിമിഷാർത്ഥവും അത്ഭുതങ്ങളിലൂടെ മാത്രം യാത്ര ചെയ്യുന്നവർ. നിങ്ങൾ ചിന്തിച്ചത് ഇന്ന് രാവിലെ ഞാൻ ഉണർന്നപ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റിയത് പലരോടും എന്തോടെ ചിരിക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് രാവിലെ ഉണർന്നത് കൊണ്ട് എനിക്ക് സന്തോഷം കിട്ടും. ഞാൻ ഇന്ന് രാവിലെ ഉണർന്നപ്പോ എനിക്ക് ചിരിക്കാൻ പറ്റിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്: ഞാൻ ഉണർന്നപ്പോ എനിക്ക് ഒരു കാര്യത്തിൽ നല്ല ഉറപ്പ് കിട്ടി. എന്റെ അപ്പൻ ഇന്ന് രാവിലെ ഉണർന്നു, എന്റെ അമ്മ ഉണർന്നു, എന്റെ സഹോദരൻ ഉണർന്നു. അവർക്കാർക്കും ഒരു കുഴപ്പവും ഇല്ല എന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയതുകൊണ്ടല്ലേ എനിക്ക് രാവിലെ സന്തോഷിക്കാൻ പറ്റിയത്. നിങ്ങളൊന്ന് ചിന്തിച്ച്, നിങ്ങൾ ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റിയത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയൊക്കെ ആയിരുന്നു അവിടെയൊക്കെ ദൈവം അവരെ അത്ഭുതകരമായി സംരക്ഷിച്ചിട്ടുണ്ടാണ്. നിങ്ങൾക്ക് ഇന്ന് രാവിലെ ചിരിക്കാൻ പറ്റിയത്. അങ്ങനെയെങ്കിൽ ഇന്നലെ രാത്രി എന്റെ ദൈവം എനിക്ക് വേണ്ടി എത്ര അത്ഭുതം ചെയ്തു. നീ ഇപ്പൊ സ്വസ്ഥമായി നിങ്ങൾ ഇരിക്കുന്നതിന്റെ കാരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഒരു സ്വസ്ഥമായി നിങ്ങൾ വചനം പറയുന്നത്, നിങ്ങൾ സ്വസ്ഥമായി ഒരു വചനം കേൾക്കുന്നതിന്റെ കാരണം എന്താണ്? എനിക്ക് ഒരു കാര്യം നല്ല ഉറപ്പാണ്: ഞാൻ ഈ വചന വേദിയിലേക്ക് പ്രവേശിക്കുന്നത് വരെ എന്റെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. നിങ്ങൾ സ്വസ്ഥമായിരിക്കുന്നതിന്റെ കാരണം എന്താ? നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല. നിങ്ങളെ ആർക്കെങ്കിലും ഒരു കുഴപ്പം പറ്റി നടന്നതാണ് നിങ്ങൾ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കും.
അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഒരു നിമിഷം നമ്മളെ ഒന്ന് സ്വസ്ഥമാക്കാൻ വേണ്ടി എന്റെ ദൈവം എത്ര ഇടങ്ങളിൽ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു. നമ്മൾ ഓർക്കാറുണ്ടോ? ചിന്തിക്കാറുണ്ടോ? ഇങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നമുക്ക് എങ്ങനെ ദൈവത്തെ വിളിക്കാതിരിക്കാൻ പറ്റും? അതുകൊണ്ട് നമുക്ക് ഓർമ്മ ചിന്തയിലുണ്ടാകുന്നു. അതിനെ പറയുന്നതാണ്, പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. നമ്മുടെ പ്രഭാത പ്രാർത്ഥന മുടങ്ങിപ്പോകരുത്. അതിനോട് ചേർത്ത് വെച്ച് പറയാണ്, കൃപ കിട്ടുന്ന മറ്റൊരു വഴിയാണ് സന്ധ്യയിലെ പ്രാർത്ഥന. സന്ധ്യയിലെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കുടുംബം ഒന്നിച്ചുള്ള പ്രാർത്ഥന, സന്ധ്യയ്ക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എന്താണ് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന ശക്തി? എന്താണ് ഇത്? കുടുംബ പ്രാർത്ഥനയാണ് കുടുംബത്തിന്റെ ഏറ്റവും വലിയ സംരക്ഷണം. ഇത് ഞാൻ പറയുന്നത് ചുമ്മാ പറയുന്നതല്ല, ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു. ഞാൻ ആദ്യമായി വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന പോയി പറയുന്നത്, എന്റെ ദേവാലയത്തിന്റെ സമീപത്ത് നമ്മുടെ സഹോദരി സഭയിലുള്ള ഒരു കുടുംബം, അവിടെ ഒരു മകൻ, അവനെ കുറിച്ച് ആ നാട്ടുകാർക്കുള്ള നല്ല അഭിപ്രായം, നല്ല പയ്യൻ, ദേവാലയങ്ങളോട് ദൈവിക കാര്യങ്ങളോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല മകൻ. അവന്റെ കുഞ്ഞിന്റെ മാമോദീസായി നാട്ടിൽ വന്നിട്ട് തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് പതിവില്ലാതെ അവന്റെ അപ്പനെ മാറ്റി നിർത്തി അപ്പനോട് പറഞ്ഞിട്ട് പോയി, പപ്പ വേറെ 6 ദിവസത്തിൽ പ്രാർത്ഥിച്ചില്ലെങ്കിലും പപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഈ പയ്യൻ തിരികെ ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഇങ്ങനെ കത്തിക്കഴിഞ്ഞ ശവശരീരം. ഡൽഹിയിൽ ഒരു പ്രാർത്ഥന തീപിടുത്തം ഉണ്ടായി. 2 യുവാക്കൾ എടുത്ത് വെച്ച് 13 വർഷത്തിന് പുറകിലാണ്. ഇവന്റെ മൃതസംസ്കാരത്തിൽ ഞാൻ ഈ ഭവനത്തിൽ ചെന്നപ്പോ ഈ അപ്പൻ ഈ മൃതശരീരത്തിന്റെ കാലിന്റെ വീട്ടിൽ മാനസികത തെറ്റിയതുപോലെയാണ് ഈ മനുഷ്യന്റെ പെരുമാറ്റം. ചില സമയത്ത് ഈ മനുഷ്യൻ വലിയ വായി നിലവിളിക്കുന്നതിന് കൂടെ ഈ മനുഷ്യൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ മനുഷ്യൻ പറഞ്ഞ കരയുന്നത് എങ്ങനെയാണ്? മോനെ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതിന് പറ്റിയില്ലതാന്ന് പറഞ്ഞിട്ടാണ് മനുഷ്യൻ കരയുന്നത്. മൃതസംസ്കാര ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഞാൻ ആ വീട്ടിൽ പോയി. ആ വീട്ടുകാരെ കാണാൻ വേണ്ടി പോയത്. അപ്പോ ഈ അപ്പൻ എന്നെ വിളിച്ച് 4 മണിയോട് പറഞ്ഞത്, അച്ഛാ, എന്റെ മോൻ പതിവില്ലാതെ എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാണ്. എനിക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എനിക്ക് പ്രാർത്ഥിക്കാൻ പലപ്പോഴും പറ്റിയില്ല അച്ഛാ. എന്റെ മനുഷ്യൻ പറയാണ്, എന്റെ പ്രാർത്ഥനയുടെ കുറവാണ് അച്ഛാ എന്റെ കുഞ്ഞിൽ ഇങ്ങനെ ഒരു അവസ്ഥ. എന്റെ പ്രാർത്ഥനയുടെ കുറവാണോ എന്റെ കുഞ്ഞിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്? ആ വീട്ടിൽ നിൽക്കുമ്പോ എന്റെ ഇവിടെ പരിശുദ്ധാത്മാവ് നൽകിയ ശക്തമായ ബോധ്യമാണ് ഞാൻ നിങ്ങളോട് ഈ സന്ധ്യയിൽ പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരുക്കി കൊടുക്കുന്ന ഒരു ദൈവിക സംരക്ഷണ വലയമുണ്ട്. ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു ദൈവിക സംരക്ഷണ വലയം നമ്മൾ ആത്മവേണ്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള അമ്മമാരെ, പ്രിയമുള്ള മക്കളെ, എനിക്ക് നിങ്ങളെ സന്ധ്യയിൽ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, പ്രാർത്ഥിക്കാതെ നിങ്ങൾ കിടക്കയിലേക്ക് വീഴരുത്. നിങ്ങൾ ഒരു കാര്യത്തിൽ നല്ല ഉറപ്പ് വരുത്തണം. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ദൈവിക സംരക്ഷണ വലയത്തിനുള്ളിലാക്കിയതിനു ശേഷമേ നിങ്ങൾ വിശ്രമിക്കാവൂ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാൻ, അച്ഛാ, ഞങ്ങൾ എത്രയോ ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ലല്ലോ. അച്ഛൻ പറയണേ, ദൈവിക സംരക്ഷണ വലയത്തിലൂടെ ഞങ്ങൾ എത്രയോ ദിവസം പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. അച്ഛനോട് ഉത്തരമേ ഉള്ളൂ, ഒരു ദുരന്തം വരുന്നിടം വരെ കാത്തിരിക്കരുത്, പ്രാർത്ഥിച്ചു തുടങ്ങാൻ. ഒരു ദുരന്തം വന്നിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്, നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കാതിരിക്കുമ്പോ സാധാരണ നമ്മുടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി നമ്മൾ തുറന്നിടുകയാണ്. ഒരു പക്ഷേ
അതിന്റെ അവസാനത്തെ ആണി അടിക്കുമ്പോഴേ ചിലത് നമുക്ക് ബോധ്യപ്പെട്ട് കിട്ടും. അതുവരെ നമുക്കെല്ലാം തമാശയാണ്, അതുവരെ നമുക്കെല്ലാം നിസ്സാരമാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ദൈവിക സംരക്ഷണ വലയം കൊടുക്കാനായിട്ട് പറ്റണം. ഒരു കുറഞ്ഞ പക്ഷം നമുക്ക് ഒരു കാര്യത്തിൽ സമാധാനം ഉണ്ടാകണം. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ചതാണ്. ദൈവത്തോട് ധൈര്യമായിട്ട് ചോദിക്കാം. ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോ, കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിൽ എല്ലാ ദിവസവും നിലവിളിച്ചിട്ടും നീ എന്തായിരിക്കും ചെയ്തതെന്ന് ഒരു മറുചോദ്യം ചോദിക്കാനുള്ള ധൈര്യമെങ്കിലും നമുക്കുണ്ടാകും. പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുടുംബ പ്രാർത്ഥന മുടങ്ങിപ്പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സാത്താൻ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് സാത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കെണി കുടുംബ പ്രാർത്ഥന മുടക്കും. നിങ്ങൾ അത്താഴമാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ മുടങ്ങിയിട്ടുള്ളത്, അത് കുടുംബ പ്രാർത്ഥനയാണ്. ഭക്ഷണം പണം മുടങ്ങിപ്പോയത് പ്രാർത്ഥനയാണ് മുടങ്ങിപ്പോയത്. ഭക്ഷണം മുടക്കി പ്രാർത്ഥന വളരെ ഈസി ആയിട്ട് കൃപ കിട്ടുന്ന വഴി സാധാരണ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിലൂടെ കടന്നു വരുന്ന വഴികൾ നമ്മൾ മുടക്കിക്കളയരുത്. അതുകൊണ്ട് പ്രഭാതത്തിലും സന്ധ്യയിലും ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഈ കൃപ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും? അതോടെ കണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കൃപ നഷ്ടപ്പെട്ടു പോയാൽ ഒരു ഉദാഹരണം, ദൂർത്തനായ പുത്രന്റെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിൽ ആദ്യ കാലഘട്ടങ്ങൾ നമ്മൾ കാണുന്ന എന്താണ്? അവൻ ഏറ്റവും വലുത് അവന്റെ അപ്പനാണ്, അല്ലെ? അപ്പനോടൊപ്പം താമസിക്കാനാണ് അവന് ഇഷ്ടം. എന്നാൽ അവന്റെ ജീവിതത്തിൽ കൃപ ചോർന്നു പോയപ്പോ അപ്പനേക്കാൾ വലുത് എന്തായിട്ട് മാറി? സമ്പത്ത്. അപ്പന്റെ വസ്തു വർഗങ്ങളാണ്. മറ്റൊരു വാക്കി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ കൃപ ചോർന്നു പോകുമ്പോ വ്യക്തികളെക്കാൾ വലുത് വസ്തുക്കളാണ്. അപ്പനേക്കാൾ വലുത് അപ്പന്റെ വസ്തുക്കളാണ്. ഇതെല്ലാം മേഖലയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ വലിയ കാരണം എന്താണ്? നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണോ പ്രാർത്ഥിക്കുന്നത്, അതോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? സ്നേഹത്തെ പ്രതിയാണോ പ്രാർത്ഥിക്കുന്നത്, അതോ എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണോ? സാധിച്ചു കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അപ്പനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ടാണ്. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി പ്രാർത്ഥിക്കുന്നവന് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കൃപ ചോർന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ വസ്തുക്കളോടുള്ള സ്നേഹം കൂടി വരികയാണ്. ഈ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അതിങ്ങനെ വീട്ടിൽ ഓടിച്ചാടി കളിച്ചതാണ്, അല്ലെ? ഓടിച്ചാടി കളിച്ച് നടക്കുമ്പോൾ അവൻ അപ്പനെ ഒരു അടിയടിക്കും, അമ്മയെ അടിക്കും, ചേട്ടനെ അടിക്കും, ചേച്ചി അടിക്കും. ഒരു സന്തോഷമാണ്. അടിച്ച് ഓടി നടക്കുന്നതാണ് നമുക്കൊരു സന്തോഷമാണ്. എന്നാൽ ഈ കൊച്ചു പോയി നമ്മുടെ വീട്ടിലെ TV കഴിച്ചാലും, നമ്മുടെ വീട്ടിലെ TV അടിക്കുന്നെങ്കിലും, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാണ് എടുത്ത് താഴെ ഇടുന്നെങ്കിലും നമ്മൾ അവനെ കഴിക്കും. അറിഞ്ഞോ അറിയാതെ നമ്മൾ ഈ കൊച്ചിനോട് പറയുന്ന കാര്യമില്ല. അപ്പനെ അടിച്ചപ്പോൾ നമ്മളൊന്നും വേണ്ടിയില്ല, നമ്മൾ ചിരിച്ചോണ്ടിരുന്നു. അമ്മയെ അടിച്ചപ്പോഴും നമ്മൾ ചിരിച്ചോണ്ടിരുന്നു. നമ്മൾ എപ്പോഴാണ് പ്രതികരിച്ച്? വീട്ടിലൊരു വസ്തുവിനെ തൊട്ടപ്പെടാൻ പ്രതികരിച്ചു. ഈ കൊച്ചിനോട് നമ്മൾ പറയുന്നത് അറിഞ്ഞോ അറിയാതെ ഇവിടുത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്താണ്? ഇവിടുത്തെ TV ആണ്, ഇവിടുത്തെ മൊബൈൽ ഫോണാണ്, ഇവിടുത്തെ സാധനങ്ങളാണ്. വ്യക്തികളായിട്ട് ഒരു കൃപ ചോർന്നു പോകുമ്പോൾ വ്യക്തികൾക്ക് വിലയില്ലാതാണ്. രണ്ടാമതായി, ദൂർത്തനായ പുത്രന് അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന വീട്ടിലാണ്. പിന്നീട് അവൻ എന്ത് ചെയ്തു? സന്തോഷത്തേക്ക് എങ്ങോട്ട് പോയി? ദൂരദേശത്തേക്ക് പോയി. നമ്മൾ അല്ലെ, അവൻ
എന്നാൽ എങ്ങനെയെങ്കിലും അവധി കിട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിള്ളേർ എന്താണ് എങ്ങനെയെങ്കിലും തിരിച്ച് ഹോസ്റ്റലിൽ പോയാൽ മതി. നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. ഇനി ഈ കൃപ ചോർന്നു പോയാലും ചെന്ന് നിന്ന സ്ഥലത്തിന് എന്നാ പറ്റും? ദൂതനായ പുത്രൻ ചെന്ന് നിന്ന സ്ഥലത്ത് എന്നാ പറ്റുന്ന വചനം പറയുന്നത്? അവിടെ എന്നാ ഉണ്ടായി? ക്ഷാമം ഉണ്ടായി. വെറും ക്ഷാമമല്ല, അതിരൂക്ഷമായ മറ്റൊരു വാക്യം പറഞ്ഞ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുക. കൃപയില്ലാത്തവൻ ചെന്ന് നിൽക്കുന്ന സ്ഥലത്തിന് എന്നാ പറ്റും? ആ മണ്ണ് വരടാൻ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഞാൻ കാരണം എന്റെ വീട് മെച്ചപ്പെടുവാണോ ചെയ്യുന്നത്? നടന്നു പോകുന്നത്. ഞാൻ കാരണം എന്റെ ജോലി സ്ഥലം മെച്ചപ്പെടുകയാണോ ചെയ്യുന്നത്? അതോ നടന്നു പോകുന്നത്? കൃപയുള്ളവൻ ചെന്ന് നിൽക്കുന്ന മണ്ണ് അഭിഷേകം നടത്തി. അതുകൊണ്ടാണ് ജോസഫിനെ കുറിച്ച് വചനം പറയുന്നത് എങ്ങനെയാണ്? ജോസഫിനെ ഓർത്ത് ദൈവം പൊത്തിഫറിന്റെ ഭവനത്തെ അനുഗ്രഹിച്ചു. എന്നെ ഓർത്ത് എന്റെ ദൈവം എന്റെ വീടിനെ അനുഗ്രഹിക്കുന്നു. എന്നെ ഓർത്ത് എന്റെ ദൈവം എന്റെ ജോലി സ്ഥലത്തെ അനുഗ്രഹിക്കുമോ? എന്റെ ഇടവകെ അനുഗ്രഹിക്കുമോ? എന്റെ പഠന മേഖലയെ അനുഗ്രഹിക്കുമോ? ഞാൻ ചെന്നിരിക്കുന്ന ഇടം എന്നെ ഓർത്ത് ദൈവം അനുഗ്രഹിക്കും. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹമാകാൻ, ക്ഷാമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. 10 മിനിറ്റ് പേടിക്കണ്ട. കൃത്യസമയത്ത് കൃത്യസമയത്ത് ഈ ഗാനത്തോട് ചേർന്ന് നമ്മൾ പരിശുദ്ധ കുർബാന ക്ഷീണിച്ചാൽ വീട്ടിൽ പോയാൽ പെട്ടെന്ന് എഴുന്നേറ്റാൽ പെട്ടെന്ന് വീട്ടിൽ പോകാം. പെട്ടെന്ന് വീട്ടിൽ പോയാൽ ആഹാരം കഴിക്കും. ഇവിടുണ്ടോ? കഴിച്ചിട്ട് നിങ്ങൾ പോകുള്ളൂ. എന്താ പെട്ടെന്ന് കഴിക്കണമെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കണം. നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം.
ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദാന നാട്ടിലേക്ക് നയിച്ച കർത്താവ് ഈ പരിശുദ്ധ കുർബാനയെ ഇസ്രായേലിന് മരുഭൂമിയിൽ ദാഹിച്ചു വരുന്നപ്പോ ആകാശം തീക്കപ്പാറയിൽ വെള്ളം ഒഴുകിക്കൊടുത്ത കർത്താവ് ഈ പരിശുദ്ധ കുർബാനയെ വിശന്നു വരുന്ന ജനത്തിന് ആകാശം കിട്ടി മണ്ണയും കാളപക്ഷിയും ഒഴുകിക്കൊടുത്ത് തന്റെ പ്രിയപ്പെട്ട ജനത്തിന്റെ വിശപ്പ് ശമിപ്പിച്ച കർത്താവ് ഈ പരിശുദ്ധ കുർബാനയെ ചെങ്കടലിലെ പ്രതിസന്ധി തീർത്തതോ ചെങ്കടലിനെ ഭാഗിച്ച് മരണനിലമാക്കി തന്റെ പ്രിയപ്പെട്ട ജനത്തെ മറുകരയെത്തിച്ച കർത്താവ് ഈ പരിശുദ്ധ കുർബാനയെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയോ മരിച്ച മണ്ണിനെ ആശ്രമങ്ങളുടെ വാക്കുകളുടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന അതേ കർത്താവ് ദിവ്യകാരുണ്യമായി കരങ്ങളുടെ ഈശോയുടെ പക്കലേക്ക് കർത്താവിന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ നമ്മൾ ഏറ്റുവായുന്നത് മാത്രമാണ് എനിക്കെന്റെ ആശ്രയം നീ മാത്രമാണ്. എനിക്ക് നിന്റെ കൃപ ആവശ്യമുണ്ട്. ഈ ജീവിതം മുമ്പോട്ട് നയിക്കാൻ ഇന്ന് ഞങ്ങൾ കരുതുന്ന ഒരു വെളിച്ചവും ഞങ്ങളെ സഹായിക്കില്ല എന്ന് ഞങ്ങൾ അറിയും. ഞങ്ങളുടെ ആരോഗ്യമോ ഞങ്ങളുടെ കഴിവുകളോ ഞങ്ങളുടെ സമ്പത്തോ ഞങ്ങളുടെ കുടുംബ മഹിമയോ ഞങ്ങളുടെ കുടുംബത്തിന്റെ ബലമോ ഞങ്ങളുടെ സൗഹൃദങ്ങളോ ഒന്നും ഞങ്ങളെ സഹായിക്കില്ല എന്ന് ഞങ്ങൾ അറിയും. നിന്റെ കൃപയിൽ മാത്രമാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി നമ്മൾ ഒന്നു ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ പറ്റുമോ? ഒരു മടിയും കൂടാതെ കർത്താവിനെ ആരാധിക്കും. കർത്താവിനെ ഹൃദയം തുറന്ന് വിളിക്കും. കർത്താവ് നമ്മുടെ സമീപമുള്ളപ്പോൾ അവിടുത്തെ വിളിക്കാൻ വന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി എല്ലാവരും ചേർന്ന് ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. എല്ലാ മക്കളും ആരാധിക്കണം. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ എന്താണ് നോക്കുന്നത്? നമ്മളെ ഇത്രത്തോളം നടത്തിയ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളും ബലഹീനതകളും എല്ലാം മറന്ന് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തിയ നമ്മുടെ കുടുംബത്തിന് ഒരു കവിതയിൽ പോലും വീഴാനിടയാകാതെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിച്ച വീരപ്പെടുത്തിയ നമ്മുടെ കുടുംബത്തെ ഈ കാലഘട്ടത്തിൽ തളർന്നു പോകാൻ അനുവദിക്കാതെ ഉയർത്തിയ കർത്താവിനെയാണ് We
കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കുന്ന സമയമാണ് ആശീർവാദ സമയം. നമ്മുടെ ശിരസിൽ തൊട്ട് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. വിശ്വസിക്കണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ നിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് മാത്രമാണ്. പൗലോസിനോട് കർത്താവ് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി, നിനക്ക് എൻ്റെ കൃപ മതി. പ്രിയമുള്ളവരെ, പിന്നീട് പൗലോസിനെ ജീവിക്കാൻ സഹായിച്ചത് കർത്താവിന്റെ കൃപയാണ്. പൗലോസിന്റെ ജീവിതത്തിൽ വന്ന എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിക്കാൻ സഹായിച്ചത് ഈ കൃപയാണ്. ചോദിച്ചാൽ അവിടുത്തെ ഈ കൃപ കൊണ്ട് നിന്നെ മുടക്കി. കാര്യങ്ങൾ യാചനാപൂർവ്വം കർത്താവിന്റെ പക്കൽ വിളിച്ച് എല്ലാം നമ്മൾ ദാഹത്തോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വലിയ കൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ വലിയ കൃപ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ആവശ്യമായ അഭിഷേകം, നിന്റെ മകന് മകമായി വിവാഹത്തിനുള്ള അഭിഷേകം കർത്താവിലേക്ക് നോക്കി അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുന്നു. വലിയ സ്നേഹത്തോടെ കർത്താവിന്റെ മകലേക്ക് നോക്കാം. ഹൃദയപ്പെടുന്ന സമയം അഭിഷേകപ്പെടുന്ന സമയമാണ്. ഉള്ളൊരുക്കി ആഗ്രഹിക്കുന്ന ഓരോ മക്കളുടെയും അത്ഭുതകരമായ കൃപ കൊടുത്തു വരുന്ന സമയം. ഞങ്ങളെ നിത്യം നടത്തുന്ന പരിശുദ്ധ പരമാവധി